നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഞങ്ങൾ നിവിയേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. നിവിയേട്ടൻ്റെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. കൃഷു നിവിയേട്ടനും നല്ല ഉറക്കാട്ടോ. ഞാൻ എന്തായാലും താഴേക്കൊന്ന് പോയി നോക്കട്ടെ. ഞാനും എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി, രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട്. ഞാൻ താഴെ ചെന്നപ്പോഴത്തേക്കും അമ്മ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ദോശ ചുടുകയായിരുന്നു ഞാൻ ചെന്നപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബാക്കി ഞാൻ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുടുകയാണ് കേട്ടോ ദോശ. ഇന്ന് ദോശയും ചട്നിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കൃഷു എണീക്കുമ്പോഴത്തേക്ക് അവൻ്റെ പാല് കാച്ചി വെക്കാമെന്ന്. നോക്കുമ്പോഴത്തേക്ക് ഞാൻ പാല് കാച്ചുന്ന സമയത്തിന് അവൻ എണീറ്റ് കൃഷുവും നിവിയേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിവിയേട്ടന് 9 മണിക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നേരത്തെ എണീറ്റ് വന്നത് രണ്ടാളും. നിവിയേട്ടൻ എണീറ്റ് വരുമ്പം അവൻ അവിടെ ഒറ്റയ്ക്കായി പോവില്ലേ, അതുകൊണ്ട് അവനെ എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ പോയി അവൻ്റെ പാലൊക്കെ കാച്ചി വെച്ച് അത് കഴിഞ്ഞ് നിവിയേട്ടൻ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചായക്കുള്ള പാലും വെള്ളമൊക്കെ മിക്സ് ചെയ്ത് ചായ ഉണ്ടാക്കുകയാണ്. ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ നിവിയേട്ടന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം എന്നോട് അവിടെ വെച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എന്തായാലും വാങ്ങണം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അമ്മയും കൃഷു ഇവിടുന്ന് ഫിഷിനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഞങ്ങളെ വീട്ടിലുള്ള അക്വേറിയാണ്, നിവിയേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. പിന്നെ ഞാൻ കൃഷുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നു. അവന് ദോശയും ചട്നിയും തന്നെയാണ് കൊടുക്കുന്നത്. അത് അവന് ഇഷ്ടമാണ് ദോശ. അങ്ങനെ ഞാൻ അവന് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. കൃഷുവിന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ ചെയ്യുമോ ചേച്ചി ചോദിച്ചിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് എനിക്ക് അത്ര സമയം കിട്ടാത്തത് കൊണ്ടാണ് അത് ലേറ്റ് ആവുന്നത്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവന് കൊടുക്കുന്ന ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എന്താണോ കഴിക്കാനുള്ളത് അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അവന് ഈ പാല് കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ അത് കുടിച്ച് കഴിഞ്ഞ് പിന്നെ അവനൊന്നും കഴിക്കില്ല. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നിവിയേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് കൃഷു വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളി തൊലി പോക്കുന്ന സമയത്ത് കണ്ണിന്ന് വെള്ളം വരൂലേ, അപ്പം അവൻ വിചാരിക്കുന്നത് ഞാൻ കരയുകയാണെന്ന്. അപ്പോൾ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ് അമ്മയ്ക്ക് ഇതെന്തു പറ്റിയെന്ന് വിചാരിച്ചിട്ട്. ആട് നീയാടാട് നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ അഴകിൻ പൂഞ്ചോലാടാട്. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടെ എടുത്ത് നന്നാക്കി വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് വലിയ പണിയില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കൃഷുവിൻ്റെ ഫുഡ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അവനെ കുളിപ്പിച്ച് ഫുഡ് കൊടുത്ത് ഉറക്കി കഴിഞ്ഞാൽ പിന്നെ അത് നല്ലതല്ലേ. എന്നാൽ പിന്നെ അവൻ അങ്ങ് ഉറങ്ങുന്ന സമയത്തെല്ലാം ചെയ്ത് തീർക്കാം. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ വന്ന് കളിക്കും. ഇന്ന് ഞാൻ അവന് അമൃതം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിവിയേട്ടനും കൃഷിയും കൂടെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയി അവൻ്റെ അമൃതം എല്ലാം ആക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്ത ഫോട്ടോ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ആണി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഡ്രില്ല് ചെയ്യാണ്. അങ്ങനെ അതൊക്കെ ആക്കി ഫോട്ടോ
ഇവിടെയാണ് ഞങ്ങൾ വെച്ചത്. പിന്നെ നിവേട്ടന് ഇതാ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ കൃഷു ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പപ്പേനെ ഉന്തി മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് നിവേട്ടൻ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. നിവേട്ടൻ പോയി കഴിഞ്ഞ് ഞാൻ കൃഷുവിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. അവൻ്റെ വെള്ളമൊക്കെ ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ തേച്ച് കൊടുക്കുകയാണ്. അവന് തലയിലിടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തതാണ്. അങ്ങനെ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവനെ കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ അവനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് അവന് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അവന് സെബാമെഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ലോഷൻ തീർന്ന് നിവേട്ടൻ ഈ ഒരു സാധനം ജോൺസൺസിൻ്റെ ലോഷൻ കൊണ്ടുവന്ന സമയത്ത് പിന്നെ ഞാൻ അതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ കൊടുത്ത് അവനെ ഉറക്കി. പിന്നെ ഞാനും കുറച്ച് കൃഷുവിൻ്റെ അമൃതം ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കുകയാണ്. പിന്നെ നിവേട്ടൻ ഈ വീഡിയോസിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് അധികം വീഡിയോസിലൊന്നും കാണാത്തത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ആളുടെ വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡ് അങ്ങനെയൊന്നല്ല, എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ആൾക്ക് അതൊരു മടിയാണ്. അതുകൊണ്ടാണ്. പിന്നെ ഓരോരുത്തർ ഇഷ്ടമല്ലേ, അപ്പം നമ്മൾ അധികം നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും അമ്മ ചിക്കൻ നന്നാക്കി തരുന്നുണ്ട്. പിന്നെ ഞാൻ ഉള്ളി കട്ട് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഓരോരോ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും കൃഷു എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരാൾ ഇവിടുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അവനെ എടുത്തിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ എണീറ്റ സമയത്തേക്ക് ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കറിയും പിന്നെ ഗീ റൈസാണ് ഉണ്ടാക്കിയത്. ആക്ച്വലി ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേങ്കിൽ സമയത്തിൻ്റെ ഒരു പരിമിതി കാരണം ഇതിൽ ഒപ്പിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെ കൃഷുവിനെയും കൂട്ടിയിട്ട് മേലോട്ട് പോകും. പിന്നെ ഇതാ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായി. പിന്നെ ഞാനിന്ന് ഫ്രഷായി താഴോട്ട് വന്നു. ചായയൊക്കെ ഉണ്ടാക്കി. ചായക്ക് ഇന്ന് ഇത് വാങ്ങിക്കൊണ്ട് വന്നു. എന്തായിരുന്നു ഇതിൻ്റെ പേര്? കട്ട്ലേറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ നല്ല കാറ്റും ഇടിയും മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാനൊക്കെ ഒരു പേടി കൊണ്ട് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഞാൻ കിടക്കാൻ വേണ്ടി വന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റാ.